affinity chromatography എന്ന് പറയുന്നത് ഒരു സെപ്പറേഷൻ ടെക്നിക്കാണ്. മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നതിനകത്ത് ബയോമോളിക്യൂളിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള സെലക്റ്റീവ് ബൈൻഡിങ്ങും ലിഗാൻഡ്സ് വിച്ച് ഹാസ് ഓൺ ദ സോളിഡ് സപ്പോർട്ട് ഇവ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ അഫിനിറ്റി ക്രോമറ്റോഗ്രഫി ചെയ്യുന്നത്. ഇതൊരു ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് ഫോർ പ്യൂരിഫൈങ് ബയോമോളിക്യൂൾസ് വിത്ത് ഹൈ സ്പെസിഫിസിറ്റി and they have an unique interactions between the target molecule and the ligand. So next is principle എന്ന് പറയുമ്പോൾ മെയിൻലി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്നത് ഓരോ സ്റ്റെപ്പുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ സ്റ്റെപ്പുകളുടെ ഓരോന്നിൻ്റെ പ്രിൻസിപ്പിൾ ബേസ് നമുക്ക് പറഞ്ഞു പോകും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലിഗാൻഡ് ഇമ്മൊബിലൈസേഷൻ. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ലിഗാൻഡ് വിത്ത് സ്പെസിഫിസിറ്റി ഓഫ് ദ ടാർഗറ്റ് മോളിക്യൂൾ ഈസ് കോവൻലി അറ്റാച്ച്ഡ് ഓർ അബ്സോർബ് ഓൺ എ സോളിഡ് സപ്പോർട്ട്. അതായത് ഒരു സ്റ്റേഷനറി സപ്പോർട്ടിൽ അതിനകത്ത് നമ്മൾ ലിഗാൻഡിനെ എന്ത് ചെയ്യും, ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ ലിഗാൻഡിന് ഈ ടാർഗറ്റ് മോളിക്യൂളായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാകും. സോ അങ്ങനെ കഴിവുള്ള ലിഗാൻഡിനെ നമ്മളൊരു സ്റ്റേഷനറി സപ്പോർട്ടിനകത്ത് വിച്ച് വിൽ ബി ക്രോമറ്റോഗ്രഫി റിസൈൻ ഓർ കോളം മെട്രിക്സ് ഇതിനകത്ത് നമ്മൾ ഫിക്സ് ചെയ്ത് വയ്ക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സാമ്പിൾ ലോഡിംഗ് ആണ്. ഈ സാമ്പിൾ ലോഡിങ് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് വേണ്ട മിക്സ്ചറിനെ which contains the biomolecules is applied to the affinity column. അതായത് ഈ ഒരു സ്റ്റേഷനറി ഫേസിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യും, അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ സെലക്റ്റീവ് ബൈൻഡിങ് നടക്കുന്നുണ്ട്. അതായത് ടാർഗറ്റ് മോളിക്യൂൾ സെലക്റ്റീവ്ലി ആൻഡ് റിവേഴ്സിബിളി ബൈൻഡ്സ് ടു ദ ഇമ്മൊബിലൈസ്ഡ് ലിഗാൻഡ്. നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന സാമ്പിള് നേരത്തെ നമ്മൾ പ്രസന്റ് ആയിരിക്കുന്ന ലിഗാൻഡിനകത്ത് നിന്ന് ബൈൻഡ് ചെയ്യും. അതൊരു ടാർഗറ്റ് സ്പെസിഫിക് ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. സോ അങ്ങനെ ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്യുന്ന ഇന്ററാക്ഷൻസിന് എക്സാമ്പിൾ ആണ് ആന്റിജൻ ആന്റിബോഡി, എൻസൈം സബ്സ്ട്രേറ്റ്, റിസപ്റ്റർ ലിഗാൻഡ് ഇങ്ങനെയൊക്കെ എത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വാഷിങ്. ഈ ലിഗാൻഡായിട്ട് സ്പെസിഫിക്കലായിട്ടുള്ള ബയോമോളിക്യൂൾസ് മാത്രമാണ് ബൈൻഡ് ചെയ്യുക. സോ അൺവാണ്ടഡ് ആയിട്ടുള്ള ബയോമോളിക്യൂൾസിനെ നമ്മൾ വാഷ് ചെയ്ത് കളയും. എല്യൂഷൻ നെക്സ്റ്റ് സ്റ്റെപ്പാണ്. എല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ടാർഗറ്റ് മോളിക്യൂളിനെ എല്യൂട്ട് ചെയ്തെടുക്കാം. അത് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, സ്പെസിഫിക് ഇൻട്രാക്ഷൻസ് അതിൽ നമുക്ക് ചേഞ്ച് വരുത്താം. അതിന് എക്സാമ്പിൾ ആണ് പി എച്ചിൻ്റെ ഓൾട്ടർനേഷൻ, അയോണിക് സ്ട്രെങ്ത്, പിന്നെ കോമ്പറ്റേറ്റീവ് ലിഗാൻഡ്സിനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ എല്യൂട്ടഡ് ഫ്രാക്ഷൻസിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്തെടുക്കും, വിച്ച് കണ്ടെയ്ൻസ് ദ മോളിക്യൂൾ. ഓക്കെ, എത്ര ടൈപ്സ് ആയിട്ടുള്ള അഫിനിറ്റി ക്രോമറ്റോഗ്രഫി ഉണ്ടെന്നുള്ളത്, പ്രോട്ടീൻ അഫിനിറ്റി ക്രോമറ്റോഗ്രഫി ഉണ്ട്, ന്യൂക്ലിക് ആസിഡ് ക്രോമറ്റോഗ്രഫി ഉണ്ട്, മെറ്റൽ അഫിനിറ്റി ക്രോമറ്റോഗ്രഫി ഉണ്ട്, ഹോർമോൺ റിസപ്റ്റർ അമിനോ ക്രോമറ്റോഗ്രഫി ഉണ്ട്. സോ ഓരോ ക്രോമറ്റോഗ്രഫി ഓരോ പെർട്ടിക്കുലർ ബയോമോളിക്യൂളിനെ എന്ത് ചെയ്യാൻ, സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. പ്രോട്ടീൻ പ്യൂരിഫിക്കേഷൻ, എൻസൈം പ്യൂരിഫിക്കേഷൻ, ആൻറ്റിബോഡി പ്യൂരിഫിക്കേഷൻ, DNA ആൻഡ് RNA പ്യൂരിഫിക്കേഷൻ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ഫീൽഡിനകത്ത്. Advantage of this type of affinity chromatography is highly selectivity. നല്ല സെലക്ടിവിറ്റി ഉള്ള ഒരു ടെക്നിക്കാണ് ഉണ്ടാവുക. ബിക്കോസ് ഓഫ് ദിസ് സ്പെസിഫിസിറ്റി ഓഫ് ദ ടാർഗറ്റ് മോളിക്യൂൾ. ഹൈ പ്യൂരിറ്റി കണ്ടന്റിൽ നമുക്ക് ടാർഗറ്റ് മോളിക്യൂളിനെ പ്യൂർ ചെയ്തെടുക്കാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മൈൽഡ് കണ്ടീഷൻസ് മാത്രം നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ മതി. ഇതിന് ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും സ്പെസിഫിക് ലിഗാൻഡ് ഈസ് റിക്വയർഡ്. അതായത് ഒരു പർട്ടിക്കുലർ ലിഗാൻഡ്, ടാർഗറ്റ് ബൈൻഡിങ് ലിഗാൻഡ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പർട്ടിക്കുലർ ലിഗാൻഡിന് മാത്രമാണ് ഒരു പർട്ടിക്കുലർ ബയോമോളിക്യൂളിനെ ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണ്. കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മോർ എക്സ്പെൻസീവ് ആണ് അതർ ക്രോമറ്റോഗ്രഫി മെത്തേഡ്സ് വഴി. ഇൻ സമ്മറി, അഫിനിറ്റി ക്രോമറ്റോഗ്രഫി എന്ന് പറയുന്നത് ഒരു പവർഫുൾ ആൻഡ് വൈഡ്ലി യൂസ്ഡ് ടെക്നിക്കാണ് ഫോർ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് ബയോമോളിക്യൂൾസ് based on the specific and irreversible interactions between the target molecule and an immobilized ligand. It is valuable tool in biochemistry, molecular biology and the production of the pharmaceuticals. So next chromatography ആണ് ഗ്യാസ് chromatography. ഗ്യാസ് chromatography എന്ന് പറയുന്നത് ഒരു പവർഫുൾ അനലിറ്റിക്കൽ ടെക്നിക്കാണ് which is used for the separation of a volatile compounds. നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് കെമിസ്ട്രി, ബയോകെമിസ്ട്രി, എൻവയോൺമെൻറ്റൽ സയൻസ്, ഫോറൻസിക് സയൻസ് ഈ ഒരു ഫീൽഡിലാണ് GC ക്രോമറ്റോഗ്രഫി നമ്മൾ ചെയ്യുന്നത്. ഗ്യാസ് ക്രോമറ്റോഗ്രഫി എന്ന് പറയുമ്പോഴത്തേക്കും particularly useful for analyzing complex mixtures of അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള മിക്സ്ചേഴ്സിൻ്റെ സെപ്പറേഷൻ ആണ് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത്.
ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സാമ്പിൾ ഇഞ്ചക്ഷൻ ആണ്. സാമ്പിൾ ഈസ് ഇൻട്രൊഡ്യൂസ് ഇൻ ടു ദ ക്രോമറ്റോഗ്രാഫ് ആസ് എ പേപ്പർ ഓർ ഗ്യാസ്. സോ മൊബൈൽ ഫേസും സ്റ്റേഷനറി ഫേസും എന്തായിരിക്കും ഇവിടെ? ഗ്യാസ് ആയിരിക്കും വരുന്നത്. സോ ക്രോമറ്റോഗ്രാഫിനകത്ത് നമ്മൾ വേപ്പറോ ഗ്യാസ് ആയിട്ടായിരിക്കും സാമ്പിൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇത് നമുക്ക് എങ്ങനെയാ അച്ചീവ് ചെയ്യാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിക്വിഡ് സാമ്പിളിനെ ഹീറ്റഡ് ഇൻലെറ്റിനകത്തോട്ട് നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് വേപ്പറൈസ് ആയിട്ട് അങ്ങനെ നമുക്ക് സാമ്പിളിൽ നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാം. മൊബൈൽ ഫേസ് ഇവിടെ എന്തായിരിക്കും? കാരിയർ ഗ്യാസസ് തന്നെയായിരിക്കും. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഹീലിയം, നൈട്രജൻ ഇവയൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഈ കാരിയേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും? വേപ്പറൈസ്ഡ് സാമ്പിൾ ആക്കിയിട്ട് ക്രോമറ്റോഗ്രഫിക് കോളത്തിനകത്തോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, കോളം സെപ്പറേഷൻ. എങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളത്. കോളം സെപ്പറേഷൻ നമ്മൾ ടിപ്പിക്കലി ചെയ്യുന്നത് നാരോ ട്യൂബ് കോട്ടഡ് വിത്ത് സ്റ്റേഷനറി ഫേസ് ആയിട്ടുള്ള നാരോ ട്യൂബ് വഴിയിട്ടാണ് ചെയ്യുന്നത്. ചോയ്സ് ഓഫ് സ്റ്റേഷനറി ഫേസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ബീയിങ് അനാലിസിസ്ഡ്. നമുക്ക് ഏതാണോ അനാലിസ് ചെയ്യേണ്ടത് അതിന്റെ ബേസിസിലായിരിക്കും നമ്മൾ സ്റ്റേഷനറി ഫേസിന് നമ്മൾ എടുക്കാം. കമ്പോണൻസ് ഇൻ ദ സാമ്പിൾ ഇന്ററാക്ട് വിത്ത് ദ സ്റ്റേഷനറി ഫേസ് ടു വേരിയിങ് ഡിഗ്രീസ്, causing them to travel at different rates through the column. നമുക്ക് ആഡ് ചെയ്യുന്ന സാമ്പിളിന്റെ ഡിഫറൻസിനനുസരിച്ചിട്ട് അതിൽ അടങ്ങിയിരിക്കുന്ന കമ്പോണൻസിനനുസരിച്ചിട്ടായിരിക്കും മിക്സ്ചേഴ്സ് ട്രാവൽ ചെയ്യുക. ഡിറ്റക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് ദ കമ്പോണൻസ് എല്യൂഡ് ഫ്രം ദ കോളം ദേ പാസ് ത്രൂ എ ഡിറ്റക്ടർ. കോമൺ ഡിറ്റക്ടേഴ്സ് ഇൻക്ലൂഡ് ഫ്ലെയിം അയണൈസേഷൻ ഡിറ്റക്ടേഴ്സ്, ഇലക്ട്രോൺ ക്യാപ്ചർ ഡിറ്റക്ടേഴ്സ് ആൻഡ് മാസ് സ്പെക്ട്രോമീറ്റേഴ്സ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിറ്റക്ടേഴ്സിനെ അപേക്ഷിച്ചിരിക്കും, നമ്മൾ യൂസ് ചെയ്യുന്ന സാമ്പിളിനെ അപേക്ഷിച്ചിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ഡിറ്റക്ടർ. ഈ ഒരു പാസ് ചെയ്ത് കഴിയുമ്പോൾ അതിന് നമ്മളൊരു ഡിറ്റക്ടറായിട്ട് കണക്ട് ചെയ്ത് ആ ഡിറ്റക്ടർ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? റെസ്പോൺസ് തരുന്നത്. Detector responds to presence of different compounds as generate signals. ഡാറ്റ അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് ക്രോമറ്റോഗ്രാം ജനറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ക്രോമറ്റോഗ്രാമിലെ പീക്കുകളുടെയും നോൺ പീക്കുകളുടെയും, അതായത് നമ്മുടെ ECGയിലെ ഗ്രാഫുകൾ പോലത്തെ ഗ്രാഫുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യുക. ടൈപ്സ് ഓഫ് ക്രോമറ്റോഗ്രാഫി. ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള ക്രോമറ്റോഗ്രാഫി ഉണ്ട്. മെയിൻലി 2 ടൈപ്പാണ്: ഗ്യാസ് ലിക്വിഡ് ക്രോമറ്റോഗ്രാഫി, ഗ്യാസ് സോളിഡ് ക്രോമറ്റോഗ്രാഫി. ഗ്യാസ് ലിക്വിഡ് എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് ലിക്വിഡ് ആയിരിക്കും. അങ്ങനെ ഇനോർട്ട് solid support used for the separating compounds based on the interaction within liquid phase. Gas solid chromatography എന്ന് പറയുന്നത് the stationary phase will be solid and less common than glass liquid chromatography but still used in some applications. Applications എന്തൊക്കെയാണെന്ന് നോക്കാം. Environmental analysis ഉണ്ട്, pharmaceuticals ഉണ്ട്, പെട്രോകെമിക്കൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഫുഡ് ആൻഡ് ഫ്ലേവർ അനാലിസിസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഫോറൻസിക് സയൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഇതിലും നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഗ്യാസ് ക്രോമറ്റോഗ്രാഫി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഫാസ്റ്റ് അനാലിസിസ് ആണ്, സെൻസിറ്റിവിറ്റി ഉണ്ട്, ഹൈലി സെൻസിറ്റിവിറ്റി ഉള്ള ഒരു ടെക്നിക്കാണ്, ഹൈ സെപ്പറേഷൻ എഫിഷ്യൻസി ആണ് വരുന്നത്. ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ടു വോളറ്റൈൽ കോമ്പൗണ്ട്സ് ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് സാമ്പിൾസ്. ഇതൊക്കെയാണ് ഇതിന്റെ ലിമിറ്റേഷൻസ് വരുന്നത്. നെക്സ്റ്റ് ക്രോമറ്റോഗ്രാഫി ആണ് ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമറ്റോഗ്രാഫി ഓർ ഹൈ HPLC chromatography. ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമറ്റോഗ്രാഫി എന്ന് പറയുന്നത് മെയിൻലി യൂസ് ചെയ്യുന്നത് സെപ്പറേഷൻ, ഐഡന്റിഫിക്കേഷൻ ആൻഡ് ക്വാണ്ടിഫിക്കേഷൻ ഓഫ് കോമ്പൗണ്ട്സ് ഇൻ എ മിക്സ്ചർ. സോ സംടൈംസ് ചില സമയത്ത് നമ്മളിതിനെ ഹൈ പെർഫോമൻസ് എന്ന് പറയാറുണ്ട്, ഹൈ പ്രഷർ ലിക്വിഡ് ക്രോമറ്റോഗ്രാഫി എന്ന് നമ്മൾ പറയാറുണ്ട്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും based on the principle of liquid chromatography where the sample is dissolved in a liquid mobile phase and passes through a column packed with the stationary phase. നമ്മൾ സാമ്പിളിനെ നമ്മളിവിടെ ലിക്വിഡ് മൊബൈൽ ഫേസിനകത്ത് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്, എന്നിട്ട് നമ്മൾ സ്റ്റേഷനറി ഫേസിൽ കൂടെ കടത്തിവിടും. The major advance in HPLC compared to traditional liquid chromatography include higher pressure capabilities, smaller particle size in the stationary phase and improved detectors. ഇതൊക്കെയാണ് നമ്മൾ HPLC യൂസ് ചെയ്യാൻ, സാധാരണ ക്രോമറ്റോഗ്രാഫിയിൽ നിന്ന് യൂസ് ചെയ്യാനായിട്ടുള്ള കാരണം. സാമ്പിൾ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് യൂഷ്വലി ഡിസോൾവ് ഇൻ എ ലിക്വിഡ് which is solvent is injected to the HPLC system. Common injection methods include auto samplers for precise and automated injections. Mobile phases-നകത്ത് liquid mobile phase ആണ് ഉണ്ടാവുന്നത്. Often a mixture of organic solvents and water is pumped through the chromatographic column at high pressure.
ഈ നമ്മുടെ സ്റ്റേഷനറി ഫേസിനകത്തോട്ട് ഹൈ പ്രഷറിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദ ചോയ്സ് ഓഫ് മൊബൈൽ ഫേസസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രോപ്പർട്ടീസ് ഓഫ് അനലൈറ്റ്സ് ബീങ് സെപ്പറേറ്റ്. ക്രോമറ്റോഗ്രഫിക് കോളം എന്ന് പറയുന്നത് സ്റ്റേഷനറി ഫേസ് കണ്ടെയ്ൻ in a column which can be packed with the particles or consist of a monolithic structure. The stationary phase interact with the sample molecules and they pass through. Next step separation. ഈ പാസ് ചെയ്തിരിക്കുന്ന കമ്പോണൻസിനെ സെപ്പറേഷൻ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത്. മെയിൻലി നമ്മൾ സൈസിൻ്റെയും പൊളാരിറ്റിയുടെയും കെമിക്കൽ അഫിനിറ്റിയുടെയും ബേസിസിലൊക്കെ ആയിരിക്കും സെപ്പറേറ്റ് ചെയ്യുക. ഡിറ്റക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എല്യൂട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡിറ്റക്ടർ UV വിസ് ഡിറ്റക്ടേഴ്സ്, ഫ്ലൂറസെന്റ് ഡിറ്റക്ടേഴ്സ്, ഡയോഡ് അറേ ഡിറ്റക്ടേഴ്സ് ആൻഡ് മാസ് സ്പെക്ട്രോമീറ്റേഴ്സ് ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡാറ്റ അനലിസിസ് എന്ന് പറയുന്നത് ക്രോമറ്റോഗ്രാം യൂസ് ചെയ്തിട്ടായിരിക്കും. അതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. അതിൽ വരുന്ന ഗ്രാഫുകളുടെ മുകളിലും താഴെയുള്ളതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഗ്രാഫ് അനലൈസ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻസ് വന്നിട്ട് ഫാർമസ്യൂട്ടിക്കൽസ് ആയിരിക്കും, എൻവയോൺമെൻറ്റ് അനാലിസിസ്, ബയോകെമിക്കൽ ആൻഡ് ബയോടെക്നോളജിക്കൽ റിസർച്ച്, ഫുഡ് ആൻഡ് ബിവറേജ് ഇൻഡസ്ട്രി, ഫോറൻസിക് സയൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഹൈ സെൻസിറ്റിവിറ്റി ആണ്, ഹൈ റെസൊല്യൂഷൻ ആണ്, വെർസറ്റാലിറ്റി ഉണ്ട്, ഒരുപാട് ടൈപ്പ് സാധനങ്ങൾ നമുക്ക് സെപ്പറേറ്റ് എടുക്കാൻ പറ്റും. സോറി. ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ സാമ്പിൾ പ്രിപ്പറേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കോസ്റ്റ് വളരെ കൂടുതലാണ്.